വീണ്ടും വന്നു കേട്ടോ. നമ്മൾ നമ്മുടെ പുതിയ വീട്ടിലാണ്, നന്മയിലാണ് നമ്മൾ അങ്ങനെ പറയാനി. അപ്പം നന്മയിൽന്ന് കാലത്ത് തന്നെ അച്ഛൻ പന്തലഴിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ദേ അച്ഛനെ കാണിച്ചു കൊടുത്തേ. അച്ഛൻ്റെ അവിടെ മെറ്റില് ഹായ് പറഞ്ഞു മെറ്റില് കോരി കൊണ്ട് ബാക്കി കുറേ മെറ്റിലൊക്കെ രാത്രി തന്നെ അടിച്ചത്. ആ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഹാപ്പി വിത്ത് ശ്രീയിൽ കാണാം കേട്ടോ. ഞാനന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ട കാരണം വീഡിയോകൾ പലതും നമുക്ക് കാണിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോകൾ എനിക്കോ അല്ലെങ്കിൽ മോളുടെ ചാനലിലോ കാണിക്കാൻ പറ്റാത്തതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ കുറേയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരു വീട് പണിയുന്നവർക്ക് വീട് പണിയുമ്പോൾ ഓരോ സാധനങ്ങൾ ഇറക്കാൻ കൊണ്ടുവരുന്നവർ, ടൈൽ കൊണ്ടുവരുന്നവർ, സോഫ കൊണ്ടുവരുന്നവർ, അവർക്കൊക്കെ വീട് പണിയുടെ ഒരു തുമ്പത്ത് നിൽക്കുന്നവരാണ് അവരെ. അപ്പോൾ ഒക്കെ കയറി കണ്ട് നമ്മുടെ ആരും അല്ലെങ്കിൽ പോലും അവർ കയറി കണ്ട് ഒരിത്തിരി നേരം കൊണ്ടായാലും പരിചയപ്പെട്ടവരായാലും വളരെ നല്ല ആളുകളാട്ടോ. കുറേ ആ സോഫ കൊണ്ടുവന്ന കുട്ടിയൊക്കെ വളരെ നല്ല എന്തൊരു സ്നേഹ കുട്ടിക്ക്. അപ്പം കയറ് ഒരു കേക്ക് ഉണ്ടായിരുന്നു, അതിനൊരു കഷ്ണം ഞാൻ മുറിച്ചാൾക്ക് കൊടുത്തു. അപ്പോൾ കൊണ്ടുവന്ന് വീടൊക്കെ എല്ലാം കയറി കണ്ടു. അപ്പോൾ ഞാൻ അത്ര വിശദമായിട്ട് കാണുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഒരെണ്ണം ഞാൻ പണിയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടേ ചേച്ചിയെ. അത് കാരണം അതിന് കുഴപ്പമില്ല മോനെ, ചേട്ടനെ വിളിച്ചാൽ മതി. എന്ത് കാര്യം ചേട്ടൻ്റെ നമ്പർ അവൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ മോന് എന്തെങ്കിലും വല്ല ടൈലെടുത്തതിൻ്റെയോ അല്ലെങ്കിൽ മറ്റേൻ്റെയോ കാര്യങ്ങളൊക്കെ മോന് പറഞ്ഞു തരും. എന്നാ കുട്ടിയോട് ഞാൻ പറഞ്ഞു ഞാൻ വിളിക്കാൻ ചേച്ചിയെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർക്കും പല കാര്യങ്ങളും അറിയാനുണ്ടാവും. ഒന്നിൽ തുടങ്ങി 100 വരെ കാര്യങ്ങൾ അറിയാനുണ്ടാവും. അപ്പോൾ അതൊക്കെ അറിയാനും കൂടി വേണ്ടിയിട്ടാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോകൾ ഓരോന്നും ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ അതിൽ പലതും പറ്റാതെ പോയതുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ തന്നെ പകുതി ഞാൻ വിട്ടുപോയി. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണം. അപ്പം അച്ഛൻ മണൽ കോരിയാണ് അപ്പുറത്ത് ഇടാനായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മോളുതേ ഒരു കുഞ്ഞ് തറ പോലെ അവിടെ ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ പൂക്കളാണ് ഇട്ടാ. നമ്മുടെ നന്മയിലത്തെ ആദ്യത്തെ പൂക്കളാണ് മഞ്ഞ വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഓരോ ദിവസം ഓരോ നിറങ്ങളിലുള്ള പൂക്കളങ്ങളാണ് ഇടേണ്ടതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ മോള് അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെന്ന്. മോൾക്ക് പറ്റിയ രീതിയിൽ ഉള്ളത് വെച്ചു. അമ്മക്ക് തീരെ വയ്യാത്തത് കൊണ്ടും അതിനെ നോക്കേണ്ട ഒരു ഭാരിച്ച ഉത്തരവാദിത്വം എന്നൊന്നും പറയാൻ പറ്റില്ല. കടമ അതാണ് അവളുടെ കടമ. എന്തൊക്കെ ഉണ്ടായാലും അത് മരുമക്കളുടെ പ്രധാനപ്പെട്ട ഒരു കടമയാണ് അമ്മയുടെ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അമ്മ നല്ല ഹാപ്പിയാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ അമ്മേനെ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ട്രൈപ്പോഡ് ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇങ്ങനെ പിടിച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ഒന്ന് നമുക്ക് പോയാലോ. ചെടികളൊക്കെ ഫ്രണ്ടിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നതും വല്ലൂരിൽ നിന്ന് മോളുടെ അടുത്തുനിന്ന് പറിച്ചു കൊണ്ടുവന്നതുമായ ചെടികളൊക്കെ ഇത് നമ്മുടെ വീട്ടിൽ നിങ്ങളെപ്പോഴും ഞാൻ കാണിച്ചു തരാറില്ലേ. ആ ചെടിയൊക്കെ ഇവിടെ എത്തിയിട്ടപ്പോൾ എല്ലാ ചെടികളും നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പറിച്ചു കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ഒരു കുറ്റൂശയുടെ അന്നത്തേക്ക്, കുറ്റൂശ എന്ന് പറഞ്ഞാൽ ഹൗസ് വാമിങ്ങിൻ്റെ അന്നേക്ക് ഒരു ഭംഗി വേണ്ടതേ. നമ്മുടെ പുസ്സിക്കുട്ടി വരുന്നുണ്ട് കേട്ടാ. മണിയുടെ പോലെ ഇവിടെ എപ്പോഴും അകത്ത് കൂടെ അങ്ങോട്ട് നടക്കുമെന്നാണ് സിജുമോൻ പറയുന്നത്. നോക്കടി മുറ്റവശം ഇന്നലെ തിരിച്ച് മഴ ഉണ്ടായിരുന്നു. നമ്മളിവിടെയാണ് പന്തലിട്ടുണ്ടായിരുന്നത്. അതൊക്കെ അയച്ചു അച്ഛൻ. അപ്പോൾ ആ മുറ്റത്തുനിന്ന് വെള്ളം കെട്ടി നിന്ന ഭാഗങ്ങളായിട്ടത് അച്ഛൻ വാട്ടർ ലെവൽ നോക്കാണ്ടാ തോന്നുന്നു മണ്ണിട്ടത്. അപ്പോൾ ആ വശത്തൊക്കെ നമുക്ക് കുറച്ച് മെറ്റലിടാന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ കുന്നായിട്ടാണ് കെടുക്കുന്നത് മെറ്റലേ. അപ്പോൾ അത് അച്ഛനിവിടെ മെറ്റലിടാനായിട്ട് അതെന്ത് വന്നതിൻ്റെ ചേട്ടാ? വാതിലുകൾ വന്നതിൻ്റെ അല്ലേ? വാതിലുകൾ വന്നതിൻ്റെ വേറെ ഇല്ലേ? കറുത്ത കവർ കഴിഞ്ഞാ അത് മോള് പറയണ്ട അതിൽ കറുത്ത കവർ ഉണ്ടെന്ന്. ഷീറ്റ് ഉണ്ട്. അപ്പം അച്ഛൻ്റെ അവിടെ ഒരു വാതിൽ കൊണ്ടുവന്ന ഷീറ്റാട്ടത്. അതെടുത്തിട്ടിട്ട് അതിൻ്റെ മുകളിലിടുക. ഇവിടെ എവിടെ വരെ ഇടാണ്ടാവും അറിയില്ല. നമുക്ക് കൊണ്ടുവന്ന് ഇട്ട് നോക്കി നോക്കാം. പെയിന്റ് അടിച്ചിട്ട സ്ഥലം അത്യാവശ്യം നിറത്തിലൊക്കെ കെടുക്കുന്നുണ്ട്. വലിയ അഴിക്കൊന്നും ആയിരിക്കാം. കുറച്ച് മഴ പെയ്തു എന്നല്ലേ. സദ്യ വിളമ്പണ നേരത്തൊക്കെ കുറച്ച് മഴ പെയ്തു. അപ്പൊ അതിലിങ്ങനെ ചവിട്ടി കയറിയില്ല. കവറുകൾ അത് കടയിലേക്ക് വേസ്റ്റ് തുണി കൊണ്ടുപോകാൻ എനിക്ക് ആവശ്യമുള്ളതാണ്. വിറകും വരില്ലാത്തൊരു ഇതുണ്ടേ. എന്തൊക്കെ ഉണ്ടായാലും നമുക്ക് നമ്മുടെ ഇത്തിരി പൊട്ടകളും ഇത്തിരി എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ
വിറകും വരെ തന്നെ വേണം നമുക്ക്, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ പണികൾ ചെയ്തോണ്ടിരിക്കുമ്പോ അതിശക്തമായ മഴ പെയ്തുട്ടാ. അച്ഛൻ എവിടെ ഓടി കയറി പോയി നിന്നു തോന്നുന്നുണ്ട്. മുഴുവനാക്കാൻ പറ്റിയില്ല. ഇനി മഴ മാറിയിട്ടാ എടാ. അപ്പോഴേ നമ്മുടെ അടുക്കളയില് ഇന്നത്തെ ദിവസം ആദ്യം പപ്പടമൊക്കെ കാച്ചി പാകം ചെയ്ത് വൈകുന്നേരമായിട്ട് നമ്മൾ ചിക്കൻ വെച്ചുട്ടാ. വെള്ളുകൊണ്ട് ചിക്കൻ കഴിച്ചാൽ മതിയാവും പറയട്ടെ. വൈകുന്നേരത്തെ മുന്നിൽ നമുക്കത് കാണാം. അപ്പൊ ഇന്ന് പോകുന്നത് ചെയ്തോന്ന് വിചാരിച്ചില്ലെങ്കിൽ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. പുട്ടുണ്ടാക്കിയില്ല മോനെ, പുട്ടുണ്ടാക്കി. പിന്നെ ഇന്നലത്തെ സാമ്പാറൊക്കെ ഞങ്ങൾ ചൂടാക്കി. അതൊക്കെ ഇവിടെ എല്ലാം ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചൂടാക്കി ഇതേ വെച്ചിട്ടുണ്ട് കേട്ടാ. സാമ്പാർ, പിന്നെ അതേ മോരുകറി, അച്ചാറ്, ഇഞ്ചമ്പുളി, മുളക് വറുത്തത് നമുക്ക് അധികമായിട്ടാ. കുറേ വറുത്തു ഞാനേ. അതൊക്കെ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ വെച്ചു എല്ലാതും. ഇന്നിപ്പോൾ ഇതൊക്കെ ഇത്രയ്ക്ക് മതി നമുക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കാര്യമായിട്ട് വെക്കില്ല. അച്ഛനും അമ്മയും മോളും. പിന്നെ അമ്മ കഴിച്ചെങ്കിൽ കഴിച്ചു, കുഞ്ഞില്ല. അത് ഇത്തിരി കഞ്ഞിയൊക്കെ കുടിക്കുള്ളൂ. വളരെ ഇതായിട്ടാണ് ഇരിക്കുന്ന ആള്. അപ്പോൾ അത്രയ്ക്കൊക്കെ അല്ലേ ഉള്ളൂ. കുഞ്ഞിമോള് പരീക്ഷയ്ക്ക് പോയിട്ടാ. പരീക്ഷയിൽ നിന്നിട്ട് പരീക്ഷയെ ബോട്ടണി പരീക്ഷയാൾക്ക് എന്താവോ എന്തോ അറിയില്ല. കാരണം എന്ന് വെച്ചാൽ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. നമ്മുടെ ഇവിടെ കോട്ടങ്ങളായിരുന്നു. അപ്പോൾ പിന്നെ മെയിനായിട്ടുള്ളതല്ലല്ലോ, ലാസ്റ്റ് പരീക്ഷ ഒന്നല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഒത്തിരി ലാസ്റ്റ് ഒന്നല്ലല്ലോ, കുഴപ്പമില്ല, സമാധാനിപ്പിച്ചൊക്കെ വിട്ടിട്ടുണ്ടാകാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ അടക്കളയിൽ തന്നത്. വിശേഷം പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഇന്ന് ആള് വിളിച്ചിട്ടുണ്ടാവും. വൈകുന്നേരത്തിന് വൈകുന്നേരം വീട്ടിൽ എത്താന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എത്തും. അപ്പോൾ അത് അവിടെ പുറത്തേക്കാണ് നമ്മൾ ഇടാന്ന് വിചാരിച്ചോളൂ. വർക്ക് ഏരിയ അപ്പുറത്ത് ഇറയല്ലേ, അവിടെയാണ് അതിൻ്റെ ചുറ്റൊക്കെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ആകുമ്പോൾ ഇവിടുത്തെ അത്ര സ്ഥലം പോകില്ലല്ലോ. പിന്നെ വെള്ളമോ കാര്യങ്ങളോ എടുക്കാനൊക്കെ അത് നല്ലതല്ലേ. അഴയ്ക്കും അവിടെ കേട്ടാന്ന് വിചാരിച്ചിരിക്കില്ലേ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എത്രയാണ് ഈ അടുക്കള വിശേഷങ്ങൾ. ഇന്നത്തെ കാര്യമൊന്നും ചെയ്തിട്ടില്ല. മഴയുടെ സൗണ്ട് നല്ലോണം ഉണ്ട്. ഈ ഷീറ്റാണല്ലോ മുകളിൽ അതിലേക്ക് വീഴുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായി. ഷീറ്റ് കാണിച്ചു കൊടുത്തപ്പോൾ അയ്യോ എന്താ അവിടെ കൂടി വാർക്കാറുന്നില്ലേ, ഷീറ്റ് ചൂടല്ലേ എന്നൊക്കെ. പല സാഹചര്യങ്ങളിൽ നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. നമ്മളുടെ പൊക്കിലൊതുങ്ങിയതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ചെയ്തത്. പിന്നീട് എപ്പോഴെങ്കിലും ഇവർക്കിപ്പോൾ സാധിക്കുന്ന സമയത്ത് ഇവർ വീണ്ടും അത് വാർക്കേണ്ട എല്ലാ കണ്ടീഷനും കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നമുക്കത് വാർക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. അത് എന്തെങ്കിലും ചെയ്യട്ടെ. അപ്പോൾ ഇപ്പോഴത്തൊക്കെ നമ്മൾ ഇതേപോലെയാണ് സിനിമ ഉദ്ദേശിച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോഴേ വിളക്കുകൾ കിട്ടിയതല്ലേ മോനെ. ഒരു പറയും വിളക്കും, രണ്ട് വിളക്കല്ല ഉണ്ടായുള്ളൂ. അപ്പോൾ അത് അപ്പോൾ നമ്മൾ വിളക്ക് അവിടെ വയ്ക്കാമല്ലോ ഉണ്ണിയേ. നമ്മുടെ TV സ്റ്റാൻഡ് വെച്ച് നോക്കി നോക്കാം ഭംഗിയുണ്ടോയെന്ന്. ഇനി കുഴപ്പമില്ലല്ലോ, അവിടെ ഇരിക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് പാക്കറ്റുകളിലാക്കി വെച്ചിട്ടൊരു കാര്യമില്ലല്ലോ. എനിക്കിഷ്ടപ്പെട്ടാ. അപ്പോൾ അതേ മൂടുതേ ചവിട്ടികളൊക്കെ കഴുകാട്ടാ. ചവിട്ടികളൊക്കെ ഇന്നലെ ആകെ അഴുക്കായി. മറ്റേ മഴയായ കാരണേ കുറേ കഷ്ണങ്ങൾ നമ്മൾ ഭാഗ്യൻ്റെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ്. കുറച്ച് ചേച്ചി എടുത്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് മോൻ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആൾ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് മണ്ണെണ്ണ കുടി എൻ്റെ കാലുമ്മ കയറിയണ്ട. എടാ അരക്കലും വയ്ക്കും. അത് മൂണ്ടച്ചോ. ചുട്ട വെയിലാട്ടാ. എന്തിട്ട വെയിലെന്നറിയോ. അച്ഛന് ഐസില്ലാത്ത കൊടുത്താൽ മതി. പൈനാപ്പിൾ ജ്യൂസ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലത്തെ ഒരു പൈനാപ്പിൾ ബാക്കിൻ്റെ അവിടെ നമുക്ക് അത് മോള് ജ്യൂസ് അടിച്ചതാ. അപ്പോൾ അച്ഛൻ നല്ല വെയിൽ വരുമ്പോഴേക്കും എന്തിനു ചൂടാലോ ചേട്ടാ. ഇപ്പം എന്നൊരു മഴ പെയ്തില്ലേ. ഒല്ലൂരത്തെ ചൂടല്ലെങ്കിൽ നല്ലൊരു പ്രത്യേക ചൂടാ. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മതേ ജ്യൂസ് കുടിക്കാട്ടാ. കുറച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ചീശ കൊടുക്കണല്ലോ. ഒന്നും കഴിക്കുന്നില്ലേ. വയറിൻ്റെ ഉള്ളിൽ ആൾക്കൊരു പരാക്രമം എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് അപ്പോൾ ഗുളികകൾ കഴിക്കുന്നതിൻ്റെ ആവും.
കുറേ ഗോളികൾ കഴിക്കുന്നതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല ആൾ. അപ്പോൾ രസമുണ്ടാ? അത് രസമുണ്ടാ? രസമുണ്ടെന്ന്. പിന്നെ ചെറുള വെള്ളം കുടിക്കും, പിന്നെ എന്താ ഇത്തിരി ചൂടുവെള്ളം കുടിക്കും. ചുമലയച്ചിയേ ചുമ വന്നാൽ അത് മാറണില്ല, എങ്ങനെ കുത്തി കുത്തി ചുമയ്ക്കും ചിലപ്പോൾ. ചേച്ചിക്ക് ആ ഓക്കാനം വരിക, ഛർദിക്ക് വൊമിറ്റ് ചെയ്യാനായിട്ട് വരുന്ന പോലെ തോന്നും. അതൊക്കെയാണ് ആളുടെ അത്. ഭക്ഷണം കഴിക്കൽ വളരെ കുറവാണ്. എന്തൊരു മോനെ പണി? ചിക്കനേ ഇന്നലത്തെ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഇന്നലത്തെ കറികൾ മാത്രമല്ല നമുക്കിന്ന്, അപ്പോൾ ആവശ്യമുള്ളവർക്ക് 2 കഷ്ണം വേണമെങ്കിൽ എടുക്കാം വിചാരിച്ചിട്ടാൾ ഉപ്പും മുളകൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ മൂടി വയ്ക്കുക കുറച്ച് നേരം. അപ്പോൾ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുക കേട്ടോ മോള്. ഒക്കെ ഇടാൻ പറ്റില്ല അല്ലേ? കഴുകിട്ടാൽ മതി. ആ അതന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചോളൂ. പുതിയ കുപ്പികളൊക്കെ മേടിച്ച് മളു ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തതാട്ടത്. അപ്പോൾ അച്ഛനെ സഹായിക്കാൻ അങ്ങനെ മോളെത്തിൻ്റെ കേട്ടോ. കാലത്ത് തുടങ്ങി അച്ഛൻ മെറ്റൽ കോരുന്നതടേ അവിടെ ശരിയാക്കാൻ. അപ്പോഴേക്കും ഒരു മഴ പെയ്യും, പിന്നെയും മെറ്റൽ കോരും. മോൾ എത്തി, അവളുടെ പണി അടുക്കളയിലത്തെ കഴിഞ്ഞ് അപ്പം ഇങ്ങോട്ട് പോന്നു. അലക്ക് കല്ലിൻ്റെ 4 വശത്തെ ഞാൻ കവറിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ചെളി കിട്ടില്ലല്ലോ, അതാണ് നമ്മുടെ ഉദ്ദേശം കേട്ടോ. അപ്പം ഇവിടെ മെറ്റൽ ഇടൽ ഫിനിഷിങ്ങിൽ എത്തി നിൽക്കാട്ടാ. ഇനി വേണ ചേട്ടാ കഴിഞ്ഞു, അപ്പുറത്തും കഴിഞ്ഞു കേട്ടാ. ഇത്രയ്ക്ക് അങ്ങോട്ട് അവിടെ മുട്ടിച്ചിടാൻ പറ്റിയില്ല. കുറച്ച് സ്ഥലം ഇവിടെ അലക്ക് കല്ലില്ല, അവിടെ അത് ഇങ്ങനെ ഇട്ടു നമ്മൾ. ചെളിയാവണോടത്തൊക്കെ ചെളിയാവാത്തൊരു രൂപത്തിലാക്കിയെടുത്തു നമ്മൾ. ഇങ്ങനെയാക്കിയെടുത്തു. പിന്നെ ഇവിടേക്ക് ഇടാൻ നമുക്കുണ്ടായില്ല, കുറച്ച് കുറവാണെന്ന് തോന്നാൽ അത്ര മതി. ചെളി കയറുന്ന വശത്തൊക്കെ നമ്മളിട്ടു. അച്ഛൻ്റെ ചോറിനുണ്ട നേരം കഴിഞ്ഞു. അച്ഛന് കുറേ നേരമായി കാലത്തോട്ട് തുടങ്ങിയതാണ്. അവതേ മോൻ വന്നു കേട്ടാ, കടയിൽ നിന്ന് വന്നാ മോനെ കൈ പറഞ്ഞേ. ചോറ് ദേ വിളമ്പി കൊടുത്തിട്ടുണ്ട്. അച്ഛൻ്റെ ചോറുണ്ടോണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ കറികളാണ് കേട്ടോ എല്ലാവരും, അത് തന്നെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, ഒക്കെ ചൂടാക്കി വെച്ചതാ. അച്ഛൻ്റെ ഒരു പപ്പടം ഉണ്ട്, മോന് പപ്പടം പണി ഏത് ആ ടിന്നിലിരിക്കുന്നുണ്ട്, എടുത്തോ. വെള്ളം കൊടുത്തിട്ടില്ല തുണിയെ. അപ്പോൾ മോളുടെ അതെ അലക്കൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ടതേ ഒതുക്കാനിരിക്കാട്ടാ. അലമാരകൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടേ ഒക്കെ ഒതുക്കി വയ്ക്കാളി. സാരികളൊക്കെ ഒരു സെക്ഷനായിട്ട് വെച്ചു വിട്ടാൾ.
പിന്നെ അതിൻ്റെ അടിയിലത്തെ കള്ളിയിൽ ഇപ്പോൾ ആൾ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത് എവിടേക്ക് എത്തിക്കുള്ളതുണ്ണിയെ ഉറക്ക പറഞ്ഞ് കടയിലേക്ക് പോകുമ്പോൾ ഇടുന്ന ചുരിദാറുകൾ. ഇന്നെന്താ ഹെൽമെറ്റ് എടുത്ത് കൊടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചോക്കണ്? ഇന്നലെ വെച്ചതാന്ന് എടുത്തിട്ടില്ല. ആൾക്കാരൊക്കെ വന്നപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചതാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് അപ്പോൾ ഒരേ കള്ളി ഇങ്ങനെ ഒതുക്കി വരുന്നുള്ളൂ. എൻ്റെ ബാഗ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആൾ ദേ കുറേ നാൾ മുന്നത്തതേ അത് കാണിച്ചേ പിടിച്ചേ കണ്ട 3 നാൾ കൂടിയിട്ടുള്ളൊരു ഫോട്ടോ പൊളിച്ചിട്ടില്ലേ അമ്പലത്തെ ആളിതിപ്പോൾ പൊളിക്കുക. പക്ഷെ അത് ആ കളറൊക്കെ പോയില്ല നീ അങ്ങനെ തന്നെയാ? അല്ല അതിൻ്റെ ഉള്ളിലൊരു വെള്ള കളർ കാണാണ്ടല്ലോ. ആ അങ്ങനെ തന്നെയായിരുന്നു. ചെറിയതായിരിക്കുന്ന സമയത്ത് ഇതിൽ ചെറുതല്ല അല്ല ഉണ്ണിമൂള് എത്രയിൽ പഠിക്കുമ്പോഴാ? 15 വയസ്സ്. ആ അപ്പം 5 കൊല്ലം മുന്നുള്ളത് അല്ലേ? അതെ ഇതിൽ ഉണ്ണിമൂള് ചെറുതാ. 10ാം വിവാഹ വാർഷികം. ഇത് കണ്ടില്ലേ? ഇതാണ് ആദ്യം ഒരു 20 കൊല്ലം മുന്നുള്ള സുജമോളും സിജുമോനുമാണ് ഈ കാണുന്നത് കേട്ടാ. ഇതേതാ? അരങ്ങേറ്റത്തിൻ്റെ ഇതല്ലേ? ഗുരുവായൂരിൽ വെച്ചിട്ട് നടന്നതാണ്. അപ്പോൾ ഇതിൽ ചെറിയ കുട്ടിയാട്ടാ. ഇതിൽ ഏറ്റവും ആദ്യത്തെ അരങ്ങേറ്റമാണിത്. അതന്നെ അപ്പം ഇത്തിരി വലിയ ഇതാക്കി എടുത്തതാണ്. ഇതെന്തേ 15ാം വിവാഹ വാർഷിക കേട്ടാ. ഇതൊക്കെ പൊളിച്ചത് ഇപ്പോൾ കളയിനുള്ള ആൾ പഴയ വീട്ടിൽ അങ്ങനെ കരിയൊക്കെ പിടിക്കുന്ന കാരണേ അതൊന്നും അത് ഇത്തിരി വലുതാക്കി എടുത്തത്. നേരത്തെ കണ്ട ഫോട്ടോ തന്നെ വലുതാക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒതുക്കലൊക്കെ കുറച്ച് നിർത്തി വെച്ചൂല മോനെ. എന്തിട്ടുണ്ടാക്കണ്? ഭൂരിയ ചപ്പാത്തിയാ? അതെ കുറച്ചൊക്കെ വെച്ചിട്ട് കുറച്ച് നേരമായിട്ടാള്. അപ്പോൾ അതെ ഭൂരി ഉണ്ടാക്കണം. ഭൂരി അങ്ങനെ കൊല്ലിയ പപ്പട കൊല്ലില്ല നമ്മുടെ അവിടെ. അത് മേടിച്ചോണ്ടിരാൻ പറയാം. നല്ല പോളച്ച നല്ല പൂരി ഇട്ടാകണ്ട. ശരി അയ്യോ പറ്റി പിടിച്ചു മോനെ. ഓക്കെ പോക്കട്ടെ. അടുത്ത് വന്നിട്ട് മോനെ ചിക്കൻ്റെ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ചാറ് വേണം. ചിക്കൻ കഷ്ണമായിട്ട് തിന്നാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ പൂരിയിലേക്ക്. നമുക്ക് വേറെ കറിയുണ്ട്. നമുക്ക് ഇഷ്ടൂൻ്റെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ വെച്ചതല്ല മോനെ. അതപ്പോൾ നല്ല കറിയാണ്, കേടൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് ഉണ്ണിമോൾക്ക് വേണ്ട അല്ലേ? അപ്പോൾ ആൾ ചിക്കൻ്റെ ഇത്തിരി അവിടെ ഇരിക്കണ്ടായി. വറുത്ത ചിക്കൻ ആടുന്നില്ല അത്. അതെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അങ്ങോട്ട് തിളപ്പിക്കുക. അപ്പോൾ ചാറായി. അപ്പോഴേ ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. ചൂടുവെള്ളമൊക്കെ ആക്കി വെച്ചിരുന്നു. കുളി കഴിഞ്ഞിട്ട് ഇനി വന്നിട്ട് വേണം ഫുഡ്. മൂരി ചിക്കനും പിന്നെ ഉറുമക്കറിയൊക്കെ ഉണ്ട്, അതൊക്കെ കഴിക്കാനായിട്ട്. കുളിച്ചിട്ട് വരാം കേട്ടാ. അപ്പോഴേ ഇന്നലെ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. പിന്നെ ഊണ് കഴിക്കുന്നത് ഇതൊക്കെ കാണിക്കുന്നത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് പെട്ടെന്ന് മറന്നുപോയി. പിന്നെ ഇന്ന് നേരം വെളുത്തു. ഞാൻ നേരത്തെയാണ് കടയിലേക്ക് പോകട്ടെ. നമ്മുടെ കടയിൽ നല്ല തിരക്കാണ്. അപ്പോൾ ഞാൻ പോവാണ്. ഇന്നത്തെ ഇവിടുന്ന് നേരെ നമ്മുടെ വീട്ടിലേക്കാണ് പോണത്. 2-3 ദിവസമായി വീട് വിട്ട് പോന്നിട്ട്. അപ്പോൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകും. അച്ഛനും ഞാനും. അച്ഛനും ഉണ്ട് കേട്ടോ. അച്ഛൻ ക്യാമറ ഇത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
ഇത്രയൊക്കെ തന്നെ ഇവിടുത്തെ വിശേഷം. ഇപ്പോൾ താൽക്കാലികമായി കഴിഞ്ഞു. നന്മയിൽ നിന്ന് നമ്മൾ നമ്മുടെ ശ്രീനിലയത്തിലേക്ക് പോവാണ്. അപ്പോൾ ഇനി അവിടെ വെച്ചിട്ട് കാണാം. പിന്നെ കടയത്ത് കുറച്ച് വിശേഷം കാണിച്ചു തരാം കേട്ടോ. കടത്തിൽ നീട്ടിയെടുത്ത് നമ്മൾ നല്ലതൊക്കെ സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട് മോൻ. അതും കാണിച്ചു തരാം. അത് ഞാൻ കാണിച്ചിട്ടില്ല ഇതുവരെ. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ പോട്ടെ. ഇനിയപ്പം എൻ്റെ മോള് തന്നെയായി കുറേ നല്ല സങ്കടത്തിലാണ് ആള്. പിന്നെ അമ്മയ്ക്ക് തീരെ വയ്യാട്ടാ. ഇന്ന് ഞാൻ അതേ അവിടെ യാത്ര പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് എടുക്കാണ് അവിടെ ഒട്ടും വയ്യ. പിന്നെ തന്നെയായിട്ട് മോള്. അപ്പോൾ ഇനി കുറേ കാലങ്ങൾക്ക് ശേഷം കുറച്ചൊരു എന്താ പറയുക, ഒരു ഇൻ്റർവെല്ലായിരുന്നു, ഒരു ഇടവേളയായിരുന്നു വീട്ടിലത്തെ കുറേ 6 മാസം ഉള്ള ജീവിതം. വീണ്ടും അമ്മയുടെ അടുത്ത് അത് വിട്ടു പോകുമ്പോൾ 2 കൂട്ടർക്കും നല്ല ടെൻഷനാണ്, അച്ഛനും ഒക്കെ. അതൊക്കെ പിന്നെ സ്വാഭാവികമല്ലേ. അതൊക്കെ അങ്ങനെ നടന്ന് അങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇത്രയായിരുന്നു ഇവിടുത്തെ കേട്ടാ. നമുക്ക് കടയിൽ വെച്ച് കാണാം കേട്ടോ. അപ്പോൾ ദേ ഞാൻ കടയിലെത്തിയിട്ടാ. അതെ വണ്ടി ഇറങ്ങണുള്ളൂ. ഒന്ന് നേരെ ഇത്തിരി വൈകിയും തോന്നുന്നുണ്ട്. അപ്പോൾ വണ്ടി ഇറങ്ങി തക്കാളിപ്പെട്ടികളൊക്കെ അവിടെ ഇട്ടിട്ട് ഉണ്ടല്ലേ. എന്ന് ഓണച്ചരക്കുകൾ കുറച്ചൊക്കെ മോനെ ഇറക്കി തുടങ്ങി. എല്ലാവരും നല്ല തിരക്കില്ലാട്ടാ. ബില്ലെടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. കണ്ട ഇങ്ങനെ ബില്ലുകൾ എടുത്തെടുത്ത് നമ്മൾ പിടിച്ച് വെക്കും. അപ്പോൾ നമ്മുടെ വണ്ടികൾ ഓരോന്നും വന്ന് കയറ്റി പോലാണ് പതിവ്. ചേട്ടാ എൻ്റെ ചേച്ചി നിൽക്കണ്. എനിക്ക് എപ്പോഴും തല്ലൂടാളാണ് എൻ്റെ ചേച്ചിയത്. ആയി പറഞ്ഞേ അത് പറഞ്ഞ ആളാ. അതിനെ അംഗീകരിച്ചു കൂട്ടാ. അല്ലതേ ഇന്നലെ മോൻ വല്ലൂരിന്ന് വെട്ടിക്കൊണ്ട് വെച്ചാൽ ആളാട്ടത് ഏതൊരു ബില്ലിരിക്കാൻ ആവശ്യമുണ്ടേ. അപ്പോൾ അത് എൻ്റെ ചൊയ്ത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ഹായ് പറഞ്ഞേ. രാധ വണ്ടി ഒതുക്കിയിടാണ്. അടുത്ത വണ്ടി ഇതാണ് രാധ പോവാ. വേറെ വണ്ടി നമുക്ക് ഇത് നമ്മുടെ പെട്ടി വണ്ടി. ഇതിലാണ് കയറ്റി പോവുക. ഇനി കണ്ട ബില്ലുകൾ പിടിച്ച് വെച്ചോക്കണുണ്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ബില്ലുകളും വലിയ ബില്ലുകളായിട്ട് പിടിച്ച് വയ്ക്കും ഞങ്ങൾ. എന്നിട്ട് ഇതിൽ കയറ്റി ഓരോ കടകളിൽ എത്തിച്ചു കൊടുക്കും. നമ്മുടെ വല്ലൂരിൽ നിന്നുള്ള കയ്പയ്ക്കാണ് കേട്ടോ ഈ എടുക്കുന്നത്. പടവലങ്ങ തീരാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് പടവലങ്ങ അധികം കാണാനില്ല. അടുത്ത വണ്ടി വന്നു കേട്ടോ. നമ്മുടെ കായാണ് കേട്ടോ. നിറയെ കായെന്ന് തോന്നുന്നുണ്ട്. പുഞ്ചിരിയുടെ വണ്ടി കേട്ടോ. മാർക്കറ്റിലുള്ളവർക്കൊക്കെ അറിയാം പുഞ്ചിരീനെ. ഇത് നിൽക്കണണ്ട. അതാണ് ഞങ്ങളുടെ പുഞ്ചിരി. മോള് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ പോകാൻ വന്നതാണ്. നാരങ്ങയൊക്കെ കൈ പിടിച്ച് വരുന്നുണ്ട്. അപ്പോഴേ അങ്ങനെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കിങ്ങൊക്കെ തുടങ്ങി. കുക്കിയിലൊക്കെ അറിയാലോ, അമ്മയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ട് ഇരുന്നപ്പോൾ വീഡിയോ വെക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞങ്ങളൊരു മൂടുണ്ടായിരുന്നില്ല വെക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഇത്തിരി അത്യാവശ്യം തിരക്കുള്ള ദിവസം എനിക്ക് വെക്കാൻ ഇഷ്ടമല്ല, വീഡിയോ എടുക്കാൻ ഇഷ്ടമല്ല. കാരണം അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോലും നൂറുകൂട്ടം കാര്യങ്ങൾ അതൊക്കെ. സാമ്പാർ വലിയ പാത്രത്തിൽ വെച്ചു കേട്ടോ. ഞാൻ കുക്കറിൽ വെച്ചിട്ട് തികയുന്നില്ലേ. അപ്പോൾ ഞാൻ വലുത് വെച്ചു. പിന്നെ അതെ നല്ല വടുക്കപ്പുളി അച്ചാറ് ഞാൻ നല്ല ഇട്ടതാട്ടോ. ഞാൻ ഇന്നേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ പപ്പടം. കുറേ ആൾക്കാരൊക്കെ ചോറിന് കഴിഞ്ഞ് പപ്പടം നിറച്ച് വറുത്ത് വെച്ചതാണ്. ഈ പാത്രത്തിന് അമ്മുമ്മ എനിക്ക്
പണ്ടത്തെ ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും 2000 രൂപയ്ക്ക് 10 കൂട്ടം സാധനങ്ങൾ കിട്ടുന്നത്. മിക്സി, ഇങ്ങനത്തെ പാത്രം, 10 കൂട്ടം സാധനങ്ങൾ ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അന്നത് വലിയ കാര്യമാണ് കേട്ടോ. മിക്സിയൊക്കെ കിട്ടിയപ്പോഴേ എൻ്റെ അമ്മ വാങ്ങിച്ചു കൊണ്ടു തന്നിട്ടുള്ളത്. 2000 രൂപ കൊടുത്താൽ മതി. തൃശ്ശൂർ അങ്ങനെ ഒരു പാക്കറ്റ്, ഇങ്ങനെ ഒരു പെട്ടി കോംബോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിലുള്ളത് ഇഡ്ലി കുക്കറാണത്. അലക്കാരം ഞാൻ കാരണം ചോദിക്കാൻ കാരണം ഞാൻ ജനിക്കുമ്പോ കണ്ടു തുടങ്ങിയതാണത്. ഞാൻ ജനിക്കുമ്പോഴല്ല, ചേച്ചി ജനിക്കുമ്പോ മോനൊക്കെ ജനിച്ചപ്പിന്നാവും തോന്നണു അമ്മ, എൻ്റെ അമ്മ തങ്കം വാങ്ങിച്ചു കൊടുത്തു. ഇതിന്റെ ഉള്ളിൽ ശബ്ദം കേൾക്കണത് വരെ എന്റെ ചെവിയിലുണ്ട്. ഇത് ഇഡ്ലി ഇറക്കി വെക്കില്ലേ ഇഡ്ലി തട്ടില് കുറച്ച് നാളൊക്കെ ഉണ്ടാക്കി. പിന്നെ ഇഡ്ലി ഇങ്ങനെ ഒരെണ്ണത്തിന്റെ മുകളിൽ ഒരെണ്ണം വെക്കുമ്പോ ഒട്ടിപ്പിടിക്കും. അപ്പൊ എനിക്കത് ഇഷ്ടമില്ല, നല്ല ഭംഗിയിൽ വരില്ല. അപ്പൊ ഞങ്ങൾക്ക് മാറ്റി നമ്മുടെ ഇഡ്ലി തട്ട്. പിന്നെ അമ്മ മേടിച്ചതാണ് ആ പാത്രം. അതാണ് ആ പാത്രം. അമ്മമ്മയുടെ ഓർമ്മയ്ക്കുള്ള അമ്മയുടെ ഓർമ്മയ്ക്കുള്ള കുറെ സാധനം കൊടുത്തിട്ടില്ല കേട്ടാ. എനിക്കതൊന്നും ഇഷ്ടമല്ല കൊടുക്കുന്നത്. ആവശ്യമില്ല. അച്ചപ്പത്തിന്റെ പിന്നെ നമ്മള് പറയാറില്ല മറ്റേ സാധനം, പിന്നെ ചെമ്പ് അതൊക്കെ മാത്രം. അതല്ല വേറെ മറ്റേ സാധനല്ലേ നൂലിക്ക് ചിരി ക്യാമറ അച്ഛന് മസില് വന്നത് സേവനാഴി വന്ന ഞാൻ പറയുമ്പോ കളിയാക്കും. അമ്മ മാത്രം അച്ഛൻ മാത്രമേ ഒരു സൈഡിൽ അമ്മ ഉണ്ടാവും. ഇപ്പൊ അങ്ങനത്തെ ഇപ്പൊ 2-3 എന്റെ മോള് വാങ്ങിച്ചു. ഒരെണ്ണം അങ്ങനെ തോക്ക് വെടി വെക്കുന്ന ചീത്തയായി. എന്നിട്ട് പിന്നെ ഇപ്പൊ വീണ്ടും നമ്മുടെ സാധാരണ അത് നല്ലതാ. തോക്ക് വെടി വെക്കുന്നത് പെട്ടെന്ന് ചീത്തയായി. എന്നിട്ട് പിന്നെ സേവനാഴി കാണുമ്പോ എനിക്ക് അമ്മമ്മ ഓർമ്മ. പണ്ടങ്ങനെ എല്ലാവർക്കും അതന്നെയാ. അമ്മായിയോട് ചോദിക്കണ അമ്മായിരയിലുണ്ടോന്നത്. അങ്ങനെ ഇതേ പയറുപ്പേരി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഉരുളിയിലാണ് പയറുപ്പേരി. ചോറ് കാണിച്ചു കൊടുക്ക്. ചോറ് ഊണ് തുടങ്ങി ഓരോരുത്തരും ഉണ്ട് കഴിഞ്ഞു. ഞാനേ അവിടെ നാളത്തെ കുക്കിങ്ങിനുള്ളത് ഇത്തിരി പായസമൊക്കെ വെച്ച് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അതൊക്കെ മേടിക്കാനായിട്ട്. ഓണാകുമ്പോൾ ഭയങ്കര തിരക്കാവൂട്ടാ. അപ്പൊ 2 ദിവസം മുന്നേ അമ്മ എല്ലാം ചെയ്ത്. എനിക്കൊന്നും പറ്റില്ലേ. അപ്പൊ ഞാൻ ഓരോ ദിവസം ഓരോന്ന് ചെയ്ത് കൊടുക്കാം. അവർക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല, സമയം ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് ചെയ്ത് കൊടുക്കാം. നാളെ ഇത്തിരി കായൊക്കെ വറക്കാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ നിങ്ങൾ അതൊക്കെ കാണുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം. പിന്നെ മിനിച്ചിരി കടയിലേക്കില്ല മോനെ, നമുക്ക് അണ്ടർവെയർ ഒക്കെ മേടിക്കണം. അണ്ടർ ഗാർമെന്റ്സ് അതന്നെ, അതൊക്കെ മേടിക്കണം. ഇടയ്ക്കിടയ്ക്ക് പറയും ഒന്ന് അവളോടൊന്ന് ഇവിടെ വരാൻ പറയും. ഞാൻ അവൾ ഇവിടെ നിന്ന് തലൂരിന്ന് പോയേ പിന്നെ മാടി ഈ വശത്തേക്ക് വരുന്നില്ല എന്നൊക്കെ പറയും. നാളും കൂടി എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ വശത്തേക്ക് ഒന്ന് വരാൻ വിചാരിച്ചിട്ടാ. അപ്പതേ നമ്മുടെ കാബേജൊക്കെ അതേ കണ്ട കൊട്ടി ഇവിടെ നിരത്തിയിട്ടാ. കൊട്ടി നിരത്തിയില്ലെങ്കിലേ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞു. ഇതിപ്പോൾ നാളത്തേക്കുള്ളതാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊട്ടി ഇങ്ങനെ വെച്ചില്ല, ചാക്കിലിരുന്ന ഭയങ്കരമായിട്ട് പുഴുകും. ഇത് കാബേജ് അങ്ങനത്തെ ആയിട്ടാ. അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ഐറ്റംസുകളൊക്കെ കട്ടിച്ചേരക്കോളാം. അതൊന്നും കുഴപ്പമില്ല, അതൊന്നും നമ്മൾ കൊട്ടി അങ്ങനെ പരത്തി വെക്കില്ല. ഇതൊക്കെ കണ്ട അതൊക്കെ നമ്മൾ ഒരു 3-5 ദിവസം ഇരുന്നാലും അതിനൊന്നും ഒരു കേടും സംഭവിക്കില്ല. അപ്പോഴേക്കൊക്കെ അതിന് അത്രയും സമയമാകുമ്പോഴേക്കും നമ്മുടെ വിറ്റ് പോയിട്ടുണ്ടാവും. നമുക്ക് അത്ര സമയങ്ങളൊന്നും കെടുക്കില്ല. നമ്മുടെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അടുത്ത വണ്ടി വരുമ്പോഴേക്കും നമ്മുടെ പച്ചക്കറികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും പിറ്റത്തെ ദിവസം ആകുമ്പോഴേക്കും. നമ്മൾക്ക് അങ്ങനെയാണ്. ഇതിപ്പോൾ ഓണത്തിൻ്റെ ആയ കാരണത്തിൽ അധികം പിടിച്ചു നോക്കണതാ മോൻ എല്ലാതും. 540 മുളകൊക്കെ താഴത്തെ ഞാൻ ഹോൾസെയിലിൻ്റെ പാർക്കൊക്കെ കാണിച്ചു തന്നില്ലേ. ഇവിടെയാണ് നമ്മുടെ റീറ്റെയിൽ. അറിയാത്തവരുണ്ട് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നത്. ദീപ്തി സ്കൂളിൻ്റെ നേരെ മുന്നിലാണ് നമ്മുടെ കട. KMB വെജിറ്റബിൾസ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ. അപ്പോൾ അതപ്പോൾ ഇവിടെ വരെ ആയിരുന്നുള്ളൂ. ഇവിടെ നിങ്ങളുടെ ഈ സെക്ഷൻ ഓണത്തിൻ്റെ അവസരത്തിൽ എടുത്തതാണ്. അമ്മ പറയുന്നത് കേൾക്കണ്ട. ഇവിടെ ഭയങ്കര ഇതാവൂട്ടാ. അതായത് ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നത് ചേന വെച്ച് നോക്കണോടത്തോളം വരെ. അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തതായി പ്രാവശ്യം ഓണം പ്രമാണിച്ച്. ഇപ്പൊ പറഞ്ഞാൽ കേൾക്കാം അമ്മ, ഇപ്പൊ പറഞ്ഞാൽ കേൾക്കാം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓണം പ്രമാണിച്ച് എടുത്തതാണ്. അപ്പം എല്ലാവരും ഇതിനെ പോണവരൊക്കെ നമ്മുടെ KMBയിൽ ഇറങ്ങുക.
വെജിറ്റബിൾസ് വാങ്ങിക്കുക. ഹോൾസെയിൽ വേണമെങ്കിൽ ഹോൾസെയിൽ വാങ്ങിക്കാം. ആ കൊടുക്ക് രതീഷേ. അപ്പോൾ പച്ചക്കറികൾ വാങ്ങിക്കുക, ഫ്രൂട്ട്സുകൾ വാങ്ങിക്കുക, പഴവർഗ്ഗങ്ങളൊക്കെ വാങ്ങിക്കുക. പിന്നെ ദാഹിക്കുന്നെങ്കിൽ കുറച്ച് അടിപൊളി ഷെയ്ക്കോ ദാഹിക്കുണ്ടെങ്കിൽ അതൊക്കെ വിശക്കുന്നുണ്ടെങ്കിലും ഷെയ്ക്കോ അല്ലെങ്കിൽ ജ്യൂസോ ആശ ആക്കി. അപ്പോൾ ആശയുടെ കൈപ്പുണ്യം കൂടി ഒന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പം എല്ലാം ഒരുവിധം ഒക്കെ ഒത്തുവരുന്ന നമ്മുടെ KMBയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണായിട്ട് അമ്മി സെൽഫ് പ്രമോഷൻ എല്ലാന്ന് വലിയൊരു പച്ചക്കറി കടയാണ് കേട്ടോ. നമ്മുടെ അറ്റം വരെയുണ്ട്. അറ്റത്ത് അച്ഛൻ നിൽക്കണ കാണാം കണ്ട, അറ്റം വരുന്നുണ്ട. പിന്നെ സിജു എന്താ അമ്മ ചേട്ടൻ്റെ പേര്? സജീവൻ. സജി പുതിയ ആളാണ്. അതിന് പേര് പെട്ടെന്ന് കിട്ടാത്ത യതീഷ് അച്ഛൻ. ദേ നിൽക്കണം അച്ഛൻ. അപ്പൊ നമ്മളെങ്ങനെ പോണേ? ഇനി നമ്മളിനി സൂപ്പർ മാർക്കറ്റ് വരെ പോയിട്ട് വരട്ടെ. പച്ചക്കിൻ്റെ ആണെന്നല്ലോ പോവാം. നമ്മൾ ഇവിടെ നിന്ന് നേരെ കുറച്ച് അങ്ങോട്ട് ഒന്ന് പറഞ്ഞാൽ കേൾക്കില്ലേ, ഒല്ലൂര് താമസിക്കാനുള്ള സുഖം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കിട്ടും, പെട്ടെന്ന് ഇങ്ങനെ കിട്ടും. ഞങ്ങളുടെ കടയിലത്തെ ലക്ഷ്മിയുടെ അപ്പച്ചൻ വരുന്നുണ്ട് കേട്ടാ. ഹായ് പറഞ്ഞെങ്കിൽ ഹായ് പോലോ, ഹായ് പോൽ. ലക്ഷ്മിയുടെ അപ്പച്ചനാ ഹായ് പോലുണ്ട്. ആ ഇവിടെ ലക്ഷ്മി കുട്ടിക്ക് ഒരു കുഞ്ഞു ഭാവി ഉണ്ടായിട്ടാ. നാൾ കഴിയുമ്പോൾ ആള് വരും. ഇപ്പൊ ഉണ്ണിയായിട്ടിരിക്കുക ലക്ഷ്മി. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ ബേക്കറിയിൽ ഞാൻ ലക്ഷ്മീനെ കാണിച്ചു തന്നിട്ടില്ലേ? നേപ്പാളിയാണ്, നന്നായിട്ട് മലയാളം പറയുന്ന ലക്ഷ്മി. അപ്പോൾ ലക്ഷ്മിക്ക് കുഞ്ഞുവാവി ഉണ്ടായിട്ട് ആളാണോണ്ട് ആളിപ്പോൾ കാണാത്ത. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലൂരെ എല്ലാം ഇങ്ങനെ കൈക്കുമ്പിളിലുണ്ടാവും. അത് കാരണം എനിക്ക് തലൂർ താമസിക്കാൻ ഇഷ്ടമെന്ന് ഞാൻ നിങ്ങളോട് പറയാറില്ലേ. തലൂർ ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര കാമൻ ക്വൈറ്റാണ്. പക്ഷേ തലൂരിനോട് എന്താണെന്നറിയില്ലേ, പ്രത്യേക ഇഷ്ടമുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂൾ, ഇത് തലൂർ സ്കൂൾ കണ്ട ബാക്കിൽ കണ്ട. പോയിട്ട് വരാം കേട്ടാ. അമ്മയ്ക്ക് ആവശ്യമുള്ളത് മാത്രമേ നോക്കുള്ളൂ കേട്ടാ, അല്ലാത്തതൊന്നും ആൾ നോക്കില്ല. നമ്മളാണെങ്കിൽ എല്ലാം നോക്കി പോവില്ലേ. കിട്ടിയില്ല. ഇതാണ് നമ്മുടെ കലൂരത്തെ സൂപ്പർ മാർക്കറ്റ്. ഒരു കാണിച്ചാൽ ഒരു കാണിക്കാണ്ട് ഭയങ്കര വിഷമത്തില്ല. എന്നോട് എപ്പോഴും പറയും കൊള്ളോ കാണാല്ലേ. ഇവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടൊക്കെ എടുത്തോണ്ട് നെയ്യ് എടുത്തോണ്ട് വരുന്നുണ്ട് ഇവിടെ പാത്രം വെച്ചിട്ട്. കടുക് ഈ വക സംഭവങ്ങളൊക്കെ വേണം. കോക്കനട്ട് ഓയിൽ, ശർക്കര വെള്ളയുള്ളൂ എന്നാ പറയണവര്. ആ പായസത്തിന് കറുപ്പ് വേണമെന്നാണ് ചേട്ടൻ പറയണത്. അപ്പൊ എന്ത് ചെയ്യാ ചേട്ടാ? അപ്പൊ ഇതെടുത്താലമ്മ പറഞ്ഞ ഇവിടെ ഇവര് ബൾക്കായിട്ടല്ലേ എടുക്കണേ. ഇവര് 10 ചാക്കൊക്കെ എടുക്കുക. അവര് 1 ചാക്കല്ലേ എടുക്കുള്ളൂ. ഇവര് 10 ചാക്ക് എടുക്കുമ്പോൾ ഇവർക്ക് കുറേ വില കുറവിന് കിട്ടും ബൾക്കായിട്ട്. അപ്പൊ ഒത്തിരി വില നമുക്കും കുറവിന് കിട്ടും. അതാണ് ഇവരുടെ പ്രത്യേകത. അതാണ് നമ്മള് എപ്പോഴെപ്പോഴും വിറ്റ് പോവില്ലേ സാധനങ്ങള്. അത് കാരണം നമുക്ക് ഫ്രഷ് കിട്ടും. ഇതിപ്പോ സമയതായ കാരണം ഉണ്ടാ. സോപ്പൊക്കെ ഉണ്ടമ്മ? ചേച്ചി പോയിട്ടേ അവിടെ പോയിട്ടില്ല. പിന്നെ നല്ല പോണമ്മ ചേച്ചി പോയിട്ട് പിന്നെ മോളുടെ അടുത്ത് നിന്നാണ് വീട്ടിലേക്ക് മണ്ണമ്പട്ടേക്ക് പോകുന്നു. എന്തൊക്കെ അവിടെ ഇല്ല, അപ്പൊ എന്തൊക്കെ ഉള്ളത് ഒന്നും എനിക്കറിയില്ല. അപ്പൊ മോളൂന് വാങ്ങിച്ചത് ഗൂഗിൾ പേ ചെയ്യാട്ടോ ആള്. ഇത് 2 എണ്ണമാണ് ആൾക്ക് വാങ്ങിച്ചത്. അപ്പൊ ബാക്കി എല്ലാതും ആയിട്ടുണ്ട്. നമ്മുടെ ബില്ലടിക്കുക, പോവാ.
പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. എവിടെ നിന്നാണ് കയ്യിലൊക്കെ വാങ്ങിക്കുക. ഉണ്ട് ഡബ്ബകളൊക്കെ ഇരിക്കുന്നത്. അപ്പം അച്ഛൻ്റെ കയ്യിൽ നമ്മൾ സാധനങ്ങളൊക്കെ കയറ്റി വിട്ടിട്ടേ പുളിക്കൻസിലേക്ക് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു കേട്ടാ. അപ്പം ഞാനും മോളും കൂടി പുളിക്കൻസിലേക്ക് പോവാണ്, മിനിയുടെ കടയിലേക്ക്. ഇങ്ങനെ ഓണത്തിരക്കൊക്കെ ആയാ? കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണാഘോഷങ്ങൾക്ക് വിവിധ വസ്ത്ര നിർമ്മാണ ഫാക്ടറികളിൽ ഓഫറുകൾ രണ്ട് ക്യൂടെക്സ് എടുത്തിട്ടുണ്ട് കേട്ടാ. കണ്ടിട്ടില്ലേ ഇതുവരെ? എന്നാ ഇത് കണ്ടോളോ, ഇതെന്തായാലും കണ്ടോളോ. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടാ. വേണ്ടതാണ്. സ്കൂളിന്റെ അടുത്തായ കാരണേ ഇവർക്ക് ഭയങ്കര കച്ചവടാ. കുഞ്ഞ് കടയാണെങ്കിലും ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഇവിടെ. കുറച്ച് നമ്മൾ വല്ലപ്പോഴും വന്ന് മേടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് ഇവിടുന്നാണ്. കണ്ട പാൻറ്റീസുകൾ എന്തായാലും കടയുടെ വലിപ്പം കണ്ടിട്ട് ഒന്നും വിചാരിക്കണ്ട അല്ലേ, എല്ലാ സാധനങ്ങളും ഉണ്ട്. സാധനങ്ങൾ എന്തൊക്കെയുള്ളതാണ് നമ്മുടെ നോക്കേണ്ടത്. അതെവിടെ പറയണ്ട്, ഞാൻ പറയണ്ട. ചേച്ചി അവിടെ നിന്നെല്ലാം പറയണ്ട്. അതിന്റെ പല കളറുകളല്ലേ അതായിരിക്കും. വേണ്ട പല കളറുണ്ട് കേട്ടാ. പിന്നെ സാരി കാണിച്ചു തരാം. ആയി നല്ല ഭംഗിന്റെ കേട്ടാ കാണാൻ. 299 രൂപയുള്ളൂ അല്ലേ. അടിച്ചു പൊളിച്ചു കൊടുക്കാട്ടോ ഓണത്തിന്. അതിന്റെ തന്നെ റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട്. ബ്ലൗസ് സെപ്പറേറ്റ് അല്ലേ? ബ്ലൗസ് സെപ്പറേറ്റ് 259 കാണിച്ചത്. 259 രൂപയോളം. ഒന്നറിയില്ല നമ്മൾക്ക് ചെന്ന പക്ഷേ ഇടാൻ സാരി ഉടുക്കാം. തയ്ക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പോണ്ട. പിന്നെ അതിന് തന്നെ ഇങ്ങനത്തെ പ്രിന്റഡ് ബ്ലൗസ് ഉണ്ട് 199 പ്രിന്റഡ് കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണാഘോഷങ്ങൾക്ക് വിവിധ വസ്ത്ര നിർമ്മാണ ഫാക്ടറികളിൽ നൽകുന്ന വിവിധ ആർട്ട് കളക്ഷൻ. ഇതും 199 തന്നെ കേട്ടോ. ഈ മോഡല് പ്രേമലു ടോപ്പ് ഉണ്ട് 249. പ്രേമലു 249. പതിറ്റാണ്ടുകളുടെ അനുഭവ പരിചയം. കണ്ടില്ലേ? പിന്നെ അജറക്ക് പ്രിന്റ് ലിറ്റ് ടോപ്പ് ഉണ്ട് 399. ജൂട്ട് കോട്ടൺ ടോപ്പുണ്ട്. ജൂട്ട് കോട്ടന്റെ ടോപ്പ് 399. 699 രൂപ ടോപ്പാണ് 399 രൂപയുള്ളൂ. 299 ഉള്ളൂ കേട്ടോ അതിന്. ഹായ് പച്ച വന്നു കേട്ടാ. പച്ച നല്ല ഭംഗിയുണ്ട് കേട്ടാ കാണാൻ. സിൽക്ക് വർക്ക് ടോപ്പ് എത്ര പ്രിയ 399 നല്ല ഭംഗിയുണ്ട് കേട്ടാ കാണാൻ. 399. ഇനി കോട്ടന്റെ സ്റ്റിച്ചിങ് ടോപ്പ് വിത്ത് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത ടോപ്പ് 299. 299 രൂപയുള്ളൂ കേട്ടാ. ഷിഫോണില് അരയിലെ ഫ്രില്ലുള്ള ടോപ്പ് 399 വർക്കുള്ള ടോപ്പ്. ഷിഫോൺ ടോപ്പ് നന്നായിട്ട് കേട്ടാ. 399 കേട്ടോ. അയ്യോ നല്ല ഭംഗിയുള്ളതാട്ടോ അതൊക്കെ. കണ്ട അടിയില് നല്ല ഭംഗിൻ്റെത്. അടിയില് ഫ്രില്ല് ആയിട്ട് കേട്ടാ. 399. മുകളിലേക്ക് ഇട്ടത് കണ്ട. വിവിധ വസ്ത്ര നിർമ്മാണ ഫാക്ടറികൾ നൽകുന്ന കിടിലൻ ഓഫറുകൾ. വിവിധ ആഘോഷങ്ങൾക്ക് ആവശ്യമായ പാർട്ടി വെയർ ചുരിദാർ ടോപ്പുകളുടെ ഗ്രാൻഡ് കളക്ഷൻ. ഓണത്തിന്റെ അല്ലേ? ഓണത്തിന്റെ കോട്ടൺ ടിഷ്യൂന്റെ ടോപ്പ് ഇട്ടാ. ടിഷ്യൂ ടോപ്പ് 359 കേട്ടാ. 359. ദേ ഇരിക്കുന്നതൊക്കെ തന്നെയാട്ടാ. പല പല ഡിസൈനില് പല ഡിസൈനിലല്ല പല എംബ്രോയിഡറി ഒക്കെ പല. വിചിത്ര സിൽക്ക് ഓണത്തിന്റെ വരുന്ന ടോപ്പ് 499. പിന്നെ വേറെ കാണിച്ചുതരാം. അതിലിങ്ങനത്തെ വർക്കുള്ള ടോപ്പുകളുണ്ട് കേട്ടോ. വർക്കുള്ളത് ഇത്
നെറ്റ് കോട്ടൺ വിടർത്തി കാണിച്ചാൽ നെറ്റ് കോട്ടൺ വർക്കുള്ളത് കേട്ടോ. നെറ്റ് കോട്ടൺ വർക്കുള്ള ടോപ്പുകള് വേറെ ഡിസൈനുകൾ പല ഡിസൈനുകൾ ഉണ്ട് കേട്ടോ. അതാ നിറച്ചിരിക്കുന്നത് അതാണ്. ഡിസൈനുകളുണ്ട്. ഇവിടെ ഇങ്ങനെ ഞാത്തി കുറെ ഇട്ടിട്ടില്ല എന്നുള്ളൂ. ഒക്കെ ഇങ്ങനെ പാക്കിങ്ങുകളും പെട്ടികളായിട്ട് നിറച്ച. ദേ ഇവിടെ കണ്ട ഇതൊക്കെ പട്ടുപാവാട ഐറ്റംസ് ആണെന്നുണ്ട് അല്ലേ. പട്ടുപാവാടകൾ എടുക്കുന്നുണ്ട് മിനിച്ചി. പട്ടുപാവാട കണ്ട ഒന്നും ചെയ്യണ്ട കേട്ടാ. അടിച്ച് അങ്ങോട്ട് ഇടാവേണ്ടു കണ്ട ചേട്ടാ. ആയി കരിഞ്ചോപ്പ് എന്താ. ഉണ്ണിവാവകൾക്കൊക്കെ ഭയങ്കര ഭംഗിയുള്ള നല്ല ഡ്രസ്സുകളുണ്ട്. ഇതൊക്കെ 399 കോട്ടണില് സെറ്റ് വരുന്നത്. പട്ടുപാവാട വരുന്നത് 399 കേട്ടോ. ഈ ഷാളിപ്പത്തെ ട്രെൻഡ് ഷോളാണ്. കറാച്ചി ഷാള് 249 രൂപ. 200 തൊട്ട് 249 വരെ റേഞ്ച് വരുന്നത് കേട്ടോ. കറാച്ചി ഷാൾ ഇതിന്റെ വേറെ കളറുകളുണ്ട്. പാകിസ്ഥാനി ഐറ്റംസ് ഇതാണ് ഇപ്പോഴത്തെ മോഡല്. ചുരിദാറിന്റെ സെറ്റായിട്ട് വരുന്നതുണ്ട്, സെപ്പറേറ്റ് വരുന്നതുണ്ട്. ഹാപ്പി ഓണം. അപ്പൊ പോട്ടെ, ഇവിടെ നിറച്ച് തിരക്കായി. പോവാട്ടാ, ടാറ്റാ, ബൈ ബൈ. ഇതൊക്കെ എടുത്തിട്ട് ഇവിടെ എത്തിയിട്ടാ. എന്റെ വാച്ച് കാണാണ്ടായിരുന്നു. ഇങ്ങനെ നമ്മള് നമ്മുടെ വീട്ടിലേക്ക് മണ്ണമ്പേട്ടയിലേക്ക് വന്നപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടാ. ചിരിച്ചിട്ട് വർത്താനം പറയുന്നത് വീഡിയോയിൽ വരുന്ന കാരനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വന്ന് കയറുമ്പോൾ എന്നും മക്കളുണ്ടാവണതല്ലേ. ഇന്നതില്ല. അപ്പോൾ വന്ന് കയറിയപ്പോൾ എന്നെ കുറേ മൂഡ് ഓഫായിട്ട് ഞാൻ അവിടെ കുറേ നേരം ഇരുന്നു, അച്ഛനും ഞാനും. അപ്പോൾ വരുമ്പോൾ തന്നെ നമ്മൾ ഇന്ന് കടയിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാമ്പാറും പിന്നെ കുറച്ച് ചോറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വേറൊന്നും സൈഡിൽ വെക്കാനോ ഒന്നും ഇല്ല. അച്ചാറും തോന്നുന്നുണ്ട് കുറച്ച്, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ വരുമ്പോൾ മീൻ വാങ്ങിച്ചു. അപ്പോൾ അതിൽ നിന്നൊരു 5-6 ചൂരക്കണ്ണിയാണ് വാങ്ങിച്ചത്. ഈ വാലുമ്പോൾ മുള്ളുള്ള സൈസില്ലേ, അതാണ് വാങ്ങിച്ചത്. അപ്പോൾ വൈകുന്നേരം ഒരു 8 മണിക്ക് കഴിഞ്ഞിട്ടപ്പോൾ നേരം വൈകിട്ടാണ് എത്തിയത്. കുറേ നേരം പിന്നെ ഇപ്പോൾ എൻ്റെ എഡിറ്റിങ് ചെയ്യുന്നത് മാളു അല്ല, വേറൊരു എൻ്റെ അനിയൻകുട്ടനാണ്. അപ്പോൾ അത് കൊണ്ടുകൊടുക്കാൻ ഞാൻ അപ്പുറത്തേക്ക് പോയി. അവൻ്റെ കാലിന് സുഖമില്ലാണ്ടിരിക്കണേ, ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഉണ്ണീനെ. കണ്ടിട്ടുള്ളതൊക്കെയാണ്, എന്നാലും വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. ഇപ്പോൾ ചില വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്തിരുന്നത് അവനാണ്. മോളിന് തീരെ നേരല്ലേ. അപ്പോൾ അത് കൊണ്ടുകൊടുക്കാൻ മോൻ്റെ അടുത്തേക്ക് അപ്പുറത്ത് കുറച്ചാട് പോകണം. നമ്മുടെ പറമ്പിൻ്റെ അറ്റത്ത് അപ്പുറത്താണ് വീട്. അപ്പോൾ അവിടേക്കൊന്ന് പോയി. അപ്പോൾ ഒക്കെ വർത്താനം പറഞ്ഞിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നേരെ വൈകി. അപ്പോൾ ഇനി മീനൊന്ന് നന്നാക്കി ഒന്ന് ഉപ്പും മുളകും തിരുമ്പി വെച്ച് അതൊന്ന് വറുത്ത് കഴിഞ്ഞ് ചോറുണ്ട് ഞാൻ കെടുക്കും. കുളിച്ച് ചോറിനിട്ട് കെടുക്കും. അപ്പോൾ നല്ല ക്ഷീണം. അപ്പോൾ ഞാൻ നന്നാക്കിയിട്ട് വരാം കേട്ടോ. മീനൊക്കെ ഞാൻ നന്നാക്കിയിട്ട് വരാം. ഉപ്പും മുളക് വരെ തിരുമ്പി എടുത്തു കേട്ടാ. അപ്പം അതൊന്നും ഇങ്ങോട്ട് വറുത്തെടുക്കാൻ പറ്റും. നന്നായി വെക്കുന്നുണ്ട്, നല്ല വയ്യായും ഉണ്ട്. കുളിക്കണം ഇന്ന്. ഇതവിടെ അടുപ്പത്തിട്ട് പോയി ഞാൻ കുളിക്കും. അപ്പം അച്ഛത് മറിച്ചൊക്കെ ഇടേ. അപ്പോൾ പുളിക്കൻ്റെ മിനിയേച്ചിയുടെ കടയിലത്തെ പുളിക്കൻസ് കാണിച്ചു തന്നില്ലേ. അപ്പോൾ അതിൽ പോയി 1-2 ചുരിദാർ എടുത്തു. അമ്മായിക്ക് എടുത്തതാട്ടാ. അപ്പോൾ അത് പ്രമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടാ. അവിടെ ചെന്നപ്പോൾ അതിങ്ങനെ കാണിച്ചു എന്നുള്ളൂ. വെറുതെ കുറച്ച് തുണികളൊക്കെ ഇങ്ങനെ കാണിച്ചു എന്ന് മാത്രം. ആർക്കെങ്കിലും ഉപകാരമാവണമെങ്കിൽ ആയിക്കോട്ടെ. ആരെങ്കിലും വന്ന് നല്ല കടയണേ. അപ്പോൾ ആരെങ്കിലും വന്ന് എടുക്കണമെങ്കിൽ എടുത്തോട്ടെ, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ അമ്മയോട് അവസാനിപ്പിക്കുക. കാരണം വയ്യനി മുഖമൊക്കെ കണ്ട ഉറക്കം വന്നിട്ട് കണ്ട കണ്ണൊക്കെ ഇരിക്കുന്നു. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി അമ്മ വരാട്ടോ. അതുവരേക്ക് ടാറ്റാ, ബൈ.